ഹായ് ഓൾ, രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 3ാമത്തെ അധ്യായം ഭരണഘടന വഴിയും വഴികാട്ടിയും ഈ ചാപ്റ്ററിൻ്റെ അവസാന പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് പ്രധാനമായിട്ടും ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്? നമുക്ക് പ്രധാനപ്പെട്ട ഭേദഗതി അതുപോലെ തന്നെ അത് ടൈം ലൈനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഈ ചിത്രം കണ്ടിട്ടില്ലേ? ഇത് നിരീക്ഷിച്ചാൽ നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തിയ ആ ഒരു ഭേദഗതിയും വർഷവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് വന്ന മാറ്റത്തിൻ്റെ ചെറിയ ഷോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്? കാലത്തിനനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. എന്നാൽ പെട്ടെന്ന് പോയിട്ട് എല്ലാവർക്കും യോജിച്ച രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിക്കും. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ എങ്ങനെയൊക്കെ ഭേദഗതി ചെയ്യാമെന്ന് ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ് ഉള്ളത്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടില്ല. ഓർത്തുവെക്കുക, ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റം വരുത്താം. അതുമാത്രമല്ല, മാറ്റം വരുത്താനുള്ള അധികാരം ആർക്ക് മാത്രമാണുള്ളത്? പാർലമെൻറ്റിന്. അത് ആർട്ടിക്കിൾ 368 പ്രകാരമാണ് പറയുന്നത്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റം വരുത്താനായിട്ട് സാധ്യമല്ല. ഇനി നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഭേദഗതികൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അത് നമുക്ക് പരീക്ഷയ്ക്ക് ടൈം ലൈന് ചോദിക്കും. എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഭരണഘടന എന്നാ നിലവിൽ വന്നത്. ഒഫീഷ്യലി നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇനി ആദ്യത്തെ ഭേദഗതി, അതായത് ഒന്നാമതായിട്ട് നമ്മുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തിയത് 1951 അന്ന് പട്ടികകളുടെ എണ്ണം 9 വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു 1951 ഒന്നാം ഭരണഘടന ഭേദഗതിയിൽ പറയുന്നത്? അതായത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പുരോഗതിക്കായി പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ സംസ്ഥാനത്തിന് അധികാരം നൽകി. അപ്പോൾ സംസ്ഥാനത്തിന് അധികാരം നൽകിക്കൊണ്ടാണ് 1951 ഒന്നാം ഭരണഘടന ഭേദഗതി നടപ്പിലാക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പുരോഗതിക്കായി പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ സംസ്ഥാനത്തിന് അധികാരം നൽകി. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളിൽ നിന്ന് ഒരെണ്ണം കൂടി. ഭരണഘടനയുടെ ഷെഡ്യൂളുകൾ 9 വർദ്ധിച്ചു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഭേദഗതി എന്ന് പറയുന്നത് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതേ ഞാൻ പറയുന്നുള്ളൂ. ഭേദഗതി 42. ഈ 42ാം ഭേദഗതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയ സമയത്താണ് ഈ 42ാം ഭേദഗതി നടപ്പിലാക്കുന്നത്. വർഷം 1976. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ പ്രിയാമ്പിളിൽ മതേതരത്വം, അതുപോലെ സോഷ്യലിസം, പിന്നെ അഖണ്ഡത അഥവാ ഇൻറ്റഗ്രിറ്റി, ഈ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയിലൂടെയാണ്. അത് കഴിഞ്ഞിട്ട് 44ാം ഭേദഗതി പറയുന്നുണ്ട്. 1978 അതിൽ നിന്ന് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് സ്വത്തവകാശം അതുവരെ മൗലിക അവകാശമായിരുന്നു. എന്നാൽ 1978 ഭേദഗതി പ്രകാരം സ്വത്തവകാശം എന്ത് ചെയ്ത് മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തൊഴിവാക്കി, മറിച്ച് 300A നിയമാവകാശമാക്കി മാറ്റി. അടുത്തത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് 1992 73-74 ഭേദഗതിയാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളെക്കുറിച്ചാണ് 1992 വന്ന 73-74 ഭേദഗതിയിൽ പറയുന്നത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് 86ാമത്തെ ഭേദഗതി
നിലവിൽ വന്ന വർഷം 2002. അപ്പം നമ്മൾ കുട്ടികൾ തീർച്ചയായിട്ടും ഇത് പഠിച്ചു വെക്കണം. വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് മാറിയത് 2002 86 ഭേദഗതി പ്രകാരമാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അത് ഏതിനകത്താണ് വരുന്നത്? ആർട്ടിക്കിൾ 21 ക്ലോസ് എയിലാണ് വരുന്നത്. അടുത്തത് 101 ഭേദഗതി. 101 ഭേദഗതി നിലവിൽ വരുന്നത് 2016 അതിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ GST ആണ് പറയുന്നത്. അപ്പോൾ GST നിയമം അല്ലെങ്കിൽ ചരക്കു സേവന നികുതി നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 101 ഭേദഗതി പ്രകാരം 2016. ഇനി ഈ ഭാഗത്ത് ഏറ്റവും അവസാനം വന്ന ഭേദഗതിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഓർമ്മിച്ചു വെക്കുക, ഏറ്റവും അവസാനം വന്ന ഭേദഗതി 2023 അത് വനിതാ സംവരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 106 ഭേദഗതിയാണ് വനിതാ സംവരണ ബില്ലെന്ന് പറയുന്നത്. ഇത് പ്രകാരം സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ പാസ്സാക്കിയ ആദ്യത്തെ ബില്ലാണ് വനിതാ സംവരണ ബില്ല്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 1976 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതുതായി കൂട്ടിച്ചേർത്തു? 1976 42 ഭേദഗതി സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത ഈ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്തു. ഇനി ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950. ഭരണഘടനയിൽ ആദ്യമായി മാറ്റം വരുത്തിയല്ലേ? ആദ്യത്തെ ഭേദഗതി ഏത് വർഷമാണ്? 1951. രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലിക അവകാശമായിട്ട് നിലനിന്നു? ഏകദേശം 10-28 വർഷത്തോളം നിലനിന്നു. വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലിക അവകാശമാണോ? ആണല്ലേ. എന്ന് മുതൽ? 2002 മുതൽ. ഇനി ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? അവസാനം ഭേദഗതി ചെയ്തത് 106 ഭേദഗതിയാണ് കഴിഞ്ഞത്. ഈ ഭാഗത്ത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, 1973 കാസർഗോഡ് എടനീർ മഠത്തിലെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഇനി അടുത്തത് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2009 ഓഗസ്റ്റ് 4. അപ്പോൾ ഇത് പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. ഇനി ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് പറയുന്നത്. പിന്നെ ഈ ഭാഗത്ത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. 1976 42 ഭേദഗതിയാണ് ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആ സമയത്താണ് സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഇനി നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അത്തരത്തിൽ ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വിവിധതരം വെല്ലുവിളികളാണ് ഇവിടെ പറയുന്നത്. ജനങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങൾ നിയമം നടപ്പാക്കുന്നതിന് എതിരെയുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഒരു നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. അപ്പം നമ്മുടെ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫീച്ചേഴ്സ് പഠിക്കണം, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പഠിക്കണം. പിന്നെ അതിനകത്ത് ഓർത്ത് വെക്കേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്തെല്ലാം തരത്തിലുള്ള എഫേർട്ടുകൾ 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുതൽ അതിനകത്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ INCയുടെ ഫോർമേഷനും ക്യാബിനറ്റ് മിഷനും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന. ഈ ഒരു ചാപ്റ്റർ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക്